ഹായ് ഓൾ. നവംബർ മന്ത് നമ്മൾ പാൻക്രിയാറ്റിക് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ലങ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ച് അറിയാം. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ അതുപോലെ തന്നെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസിനെ എഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറിനെ കുറിച്ച് പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും പാൻക്രിയാറ്റിക് ക്യാൻസർ എഫക്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പ്രിവെൻറ്റീവ് മെഷേഴ്സ് പബ്ലിക്കിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഈ ഒരു മന്ത് പാൻക്രിയാറ്റിക് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കുന്നത്. വൺ ഓഫ് ദ മേജർ റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നത് സ്മോക്കിംഗ് തന്നെയാണ്. അതിൽ 25% സിഗരറ്റ് സ്മോക്കിംഗ്. അതർ കോസസ് ആയിട്ട് പറയുന്നത് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഡയബറ്റിസ്, ഒബീസിറ്റി, റെഡ് മീറ്റ് ആൻഡ് പ്രോസസ്ഡ് മീറ്റിൻ്റെ അമിതമായ ഉപയോഗം, ക്രോണിക് ആയിട്ടുള്ള പാൻക്രിയറ്റൈറ്റിസ് തുടങ്ങിയവയാണ്. പ്രധാന ലക്ഷണങ്ങളായി കാണുന്നത് വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള യൂറിൻ, ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള സ്റ്റൂൾ, ജോണ്ടിസിൽ കാണുന്നത് പോലെ യെല്ലോ കളറായിട്ടുള്ള ഐസ്, സ്കിന്ന്, പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയവയാണ്. ഏതൊരു കണ്ടീഷനിലും പ്രിവെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ കോസസ് ഇല്ലാതാക്കുകയാണ്. സോ ഹിയർ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആർ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം അവോയ്ഡ് ചെയ്യുക, ഡയറ്റിൽ കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, പ്രോസസ്ഡ് മീറ്റ് അഥവാ റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഷുഗറി ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക എന്നിവയാണ്.